എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മംഗലപുരം മുതൽ കഴക്കൂട്ടം വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കടമ്പാട്ടുകോണം മുതൽ മംഗലപുരം വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐകാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് മംഗലപുരം ജംഗ്ഷനിൽ നിന്നാണ്. അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിനായി വലത് സൈഡിലുള്ള പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും നിർമ്മാണം വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇപ്പോൾ ഇടത് സൈഡിലായിട്ടുള്ള പിയറിൻ്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഒരു സൈഡിലുള്ള പിയർ മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. തെക്ക് ഭാഗത്ത് വർക്കുകൾ ആരംഭിച്ചിട്ടില്ല. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇടതും വലതുമുള്ള സർവീസ് റോഡുകൾ കുറച്ച് ദൂരം വരെ ടാർ ചെയ്തിരിക്കുന്നതായി കാണാം. ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ മുൻവശം വരെയാണ് ടാർ ചെയ്തിരിക്കുന്നതായി കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്നും താഴേക്ക് ഇനിയും വർക്ക് പുരോഗമിക്കാനുണ്ട്. ഇടത് സൈഡിലുള്ള സർവീസ് റോഡ് ഇപ്പോൾ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടില്ല. പഴയ മെയിൻ റോഡ് വഴി തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ വലത് സൈഡിലുള്ള സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. ഇപ്പോൾ പഴയ റോഡിലൂടെയാണ് പോകുന്നത്. ഇടത് സൈഡിൽ കുറച്ച് ദൂരം വരെ ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്കുകൾ വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. മംഗലപുരം ജംഗ്ഷനും പള്ളിപ്പുറത്തിനും ഇടയ്ക്ക് വരുന്ന ഭാഗമാണ് ഇത്. നല്ല താഴ്ചയുള്ള ഒരു പ്രദേശമാണ്. മംഗലപുരത്തിനും പള്ളിപ്പുറത്തിനും ഇടയ്ക്കായിട്ടാണ് ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4 സ്ഥിതി ചെയ്യുന്നത്. ടെക്നോ പാർക്കിൻ്റെ മുൻവശത്തായും ഒരു അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട്. കംപ്ലീറ്റായും പിയറിൽ നിർമ്മിക്കുന്ന അണ്ടർപാസാണ്. ഇവിടെ ചതുപ്പ് പ്രദേശമാണ്, അതുകൊണ്ടാണ് ഇവിടെ പിയറിലുള്ള അണ്ടർപാസ് നിർമ്മിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും താഴ്ന്ന പ്രദേശമാണ്. ഇവിടെയും മണ്ണിട്ട് നിരത്തുന്ന വർക്കാണ് നടക്കുന്നത്. ഒരു സൈഡിലെ പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്ക് ഏകദേശം 2 വർഷത്തിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇതിൻ്റെ മറു സൈഡിലുള്ള വർക്ക് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്നതനുസരിച്ച് മാത്രമായിരിക്കും മെയിൻ റോഡിൻ്റെ വർക്കുകൾ നടക്കാൻ സാധ്യത. ഇനി ഇവിടെ നിന്നും നേരെ പള്ളിപ്പുറം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ നേരെ കാണുന്ന കുന്നുകൾക്ക് മുകളിൽ കൂടിയായിരിക്കും സർവീസ് റോഡുകൾ കടന്നു പോകുന്നത്. വലത് സൈഡിലുള്ള കുന്നിൻ്റെ മുകളിലായി സർവീസ് റോഡുകൾ കുറച്ച് ഭാഗത്ത് ചെയ്തതായി കാണാം. ഈ ഒരു കുന്ന് കഴിഞ്ഞ ഉടൻ തന്നെയാണ് പള്ളിപ്പുറത്തെ അണ്ടർപാസ് വരുന്നത്. പള്ളിപ്പുറത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ വർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഗർഡറുകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്രോസ് ഗർഡറിൻ്റെയും ടോപ്പ് കോൺക്രീറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള അടുത്ത ഘട്ടത്തിലോട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് വലത് സൈഡിലേക്ക് തിരിഞ്ഞ് ആ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഒന്ന് നോക്കാം.
ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗവും ഇപ്പോൾ മണ്ണ് നിരത്തി ക്ലിയർ ചെയ്തിട്ടിരിക്കുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഇവിടെ മുതൽ താഴേക്ക് ടാറിങ് വർക്കുകളും കംപ്ലീറ്റ് ആയതായി കാണാം. പള്ളിപ്പുറത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് ഈ രണ്ട് കുന്നുകളുടെയും ഇടയ്ക്കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയും മണ്ണിട്ട് ഫില്ല് ചെയ്ത് ചിലപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ വരേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൊല്ലം ഡയറക്ഷനിലേക്കുള്ള വ്യൂ ആണ്. ഇവിടെ നിന്നും വീണ്ടും തിരിച്ച് തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് പോകാം. അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല. ഇവിടെ കൂടുതൽ ഗർഡറുകൾ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണാം. മംഗലപുരം ജംഗ്ഷനിലൊക്കെ സ്ഥാപിക്കാനുള്ള ഗർഡറുകളായിരിക്കാം. ഇവിടെ റോഡിൻ്റെ വലത് സൈഡിലെ സർവീസ് റോഡ് ഏകദേശം 1.5 കിലോമീറ്ററോളം കംപ്ലീറ്റ് ആക്കിയതാണ്. ഇത് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഭാഗത്തെ വീഡിയോ കാണിക്കാം. ഇനി ഇവിടെ നിന്ന് നേരെ കണിയാപുരം ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെയും റോഡിൻ്റെ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡ് ഒരുപാട് ദൂരത്തേക്ക് തന്നെ ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ വലത് സൈഡിൽ കാണുന്ന അറിവാൾ ബ്ലോക്കിൻ്റെ വർക്ക് പള്ളിപ്പുറത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമായിട്ട് വരും. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗത്തും ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇനിയും വർക്കുകൾ പുരോഗമിക്കേണ്ടതുണ്ട്. ഇവിടെ ഇടത് സൈഡിൽ ഒരു കൾവട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. കണിയാപുരം ജംഗ്ഷനിലെത്തുമ്പോൾ അവിടെ 2 അണ്ടർപാസുകളാണ് നിർമ്മിക്കുന്നത്. ഒന്ന് ആൽത്തറ മൂടിലും അടുത്തതായി കണിയാപുരം ബസ് സ്റ്റാൻഡിന് മുൻവശത്തുമാണ്. ആൽത്തറമൂട് ജംഗ്ഷനിലെത്തുമ്പോൾ അവിടെ പിയറിൽ നിർമ്മിക്കുന്ന അണ്ടർപാസാണ് വരുന്നത്. 2 പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്ക് വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. അതിനോട് ചേർന്നുള്ള പിയറിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല.
കണിയാപുരം ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി ഒരു അണ്ടർപാസ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. പകുതി ഭാഗത്തുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം ഇപ്പോൾ 2-3 മാസത്തിനകത്ത് മാത്രം ആരംഭിച്ചതാണ്. ഇവിടെയും റോഡിൻ്റെ ഇടത് സൈഡിലെയും വലത് സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ അണ്ടർപാസിൻ്റെ മറു സൈഡിലെ വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ. കണിയാപുരം ജംഗ്ഷൻ കഴിഞ്ഞാൽ റോഡിൻ്റെ 2 സൈഡിലും ഇപ്പോൾ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുന്ന വർക്കാണ് പുരോഗമിക്കുന്നത്. 2 സൈഡിലെയും റീറ്റെയിനിങ് വാളുകളുടെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം മണ്ണ് ഫില്ല് ചെയ്തിട്ടായിരിക്കും കണിയാപുരം അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നടക്കുക. ഇനി ഇവിടെ നിന്ന് നേരെ പോകുന്നത് വെട്ട് റോഡ് ഭാഗത്തേക്കാണ്. വെട്ട് റോഡ് എത്തുന്നതിന് മുന്നേ റോഡിൻ്റെ ഇടത് സൈഡിലെ സർവീസ് റോഡുകൾ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നതായി കാണാം. ഇപ്പോൾ അതുവഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ വലത് സൈഡിൽ ഗർഡറുകൾ കാസ്റ്റ് ചെയ്യുന്നതായി കാണാം. ഇത് ഇവിടെ സ്ഥാപിക്കാനുള്ള ഗർഡറുകളാണ്. വെട്ട് റോഡിൽ 6 ഓപ്പണിങ്ങുകളുള്ള ഫ്ലൈ ഓവറാണ് നിർമ്മിക്കുന്നത്. ഇവിടെ ഏകദേശം 14ഓളം പിയർ ക്യാപ്പുകളാണ് വരുന്നത്. അതിൽ ഇനി 3 പിയർ ക്യാപ്പുകൾ മാത്രമാണ് സ്ഥാപിക്കാനായി ബാക്കിയുള്ളത്. ഓരോ പിയറിലും 5 ഗർഡറുകൾ വീതമാണ് സ്ഥാപിക്കുന്നത്. രണ്ടാമത്തതും 6-മത്തതും 7-മത്തതുമായിട്ടുള്ള പിയറുകളിലാണ് ഇനി പിയർ ക്യാപ്പുകൾ സ്ഥാപിക്കാനായി ബാക്കിയുള്ളത്. MC റോഡിലേക്ക് നേരെ കണക്ട് ചെയ്യുന്ന റോഡാണ് ഇവിടെ നിന്നും ഇടത് സൈഡിലേക്ക് പോകുന്നത്. ഇവിടെ 8ഓളം ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ 3 ദിവസങ്ങൾക്ക് മുന്നേ എടുത്തതാണ്. അതുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ഗർഡറുകൾ സ്ഥാപിച്ച് കാണാം. വെട്ട് റോഡ് കഴിഞ്ഞ് നേരെ പോകുന്നത് കഴക്കൂട്ടം ഭാഗത്തേക്കാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വെട്ട് റോഡ് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇപ്പോൾ കഴക്കൂട്ടം ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഒരു സൈഡിലുള്ള മെയിൻ റോഡിൻ്റെ വർക്കും നടന്നിട്ടുണ്ട്. കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. അത് 4 വരികളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗത്താണ് 6 വരികളുള്ള പുതിയ ഹൈവേ വന്ന് കണക്റ്റ് ആവുന്നത്. ഇവിടെ നിന്നും വീണ്ടും 4 വരികളായി ചുരുങ്ങിയായിരിക്കും മുന്നോട്ട് പോകുന്നത്. 2 സൈഡിലുമുള്ള ഓരോ വരികൾ എക്സിറ്റ് പോയിന്റിലേക്കും എൻട്രി പോയിന്റിലേക്കും കണക്ട് ചെയ്യാനായിരിക്കും സാധ്യത. ഇനി ഈ റോഡിൻ്റെ മറുവശത്തെ കാഴ്ചകൾ കാണാം. കഴക്കൂട്ടം മുതൽ മംഗലപുരം വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം. മറു സൈഡിലെ കാഴ്ച കൂടി കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വീഡിയോ അവസാനം വരെ കാണാം.
കൊല്ലം ബൈപ്പാസിലെ കാഴ്ചകളുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.